IPL 2026 ഇന്ന് നടന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു രാജകീയ വിജയമായിരുന്നു. ചെന്നൈയും രാജസ്ഥാനും നേർക്കുനേർ വന്നപ്പോൾ വിജയം രാജസ്ഥാനൊപ്പമായിരുന്നു. ചെന്നൈയെ 8 വിക്കറ്റിന് തകർത്ത് രാജസ്ഥാൻ സീസണിലെ തങ്ങളുടെ ആദ്യ വിജയം അക്ഷരാർത്ഥത്തിൽ കുറിച്ചുവെച്ചു. ഈ മത്സരത്തിൽ എന്തൊക്കെയാണ് പ്രധാന സംഭവങ്ങളെന്നും ആരൊക്കെയാണ് ഈ കളിയിലെ താരങ്ങളായതെന്നും നമുക്കൊന്ന് വിശദമായി നോക്കാം. ടോസ് ലഭിച്ചത് രാജസ്ഥാനായിരുന്നു. നായകൻ റിയാൻ പരാഗ് ബൗളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ആ തീരുമാനം ശരിവെക്കുന്ന പ്രകടനമാണ് രാജസ്ഥാൻ ബൗളർമാർ കാഴ്ചവെച്ചത്. തുടക്കം മുതലേ തകർന്നടിഞ്ഞ ചെന്നൈ സൂപ്പർ കിങ്സിന് 19.4 ഓവറിൽ വെറും 127 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ വെറും 12.1 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. രാജസ്ഥാനു വേണ്ടി കൃത്യതയാർന്ന ബൗളിംഗ് കാഴ്ചവെച്ച ജോഫ്രെ ആർച്ചർ 4 ഓവറിൽ വെറും 19 റൺസ് മാത്രം വഴങ്ങി 2 പ്രധാന വിക്കറ്റുകൾ ആർച്ചർ സ്വന്തമാക്കി. ആർച്ചറിനൊപ്പം പവർ പ്ലേയിൽ ചെന്നൈയെ വരിഞ്ഞു മുറുക്കിയത് ബർഗറാണ്. 4 ഓവറിൽ 26 റൺസിന് 2 വിക്കറ്റ് നേടിയ ബർഗറാണ് സഞ്ജു സാംസണിനെ പുറത്താക്കി ചെന്നൈക്ക് വലിയ പ്രഹരമേൽപ്പിച്ചത്. തന്റെ പഴയ ടീമിനെതിരെ കളിക്കാനിറങ്ങിയ ജഡേജ മധ്യ ഓവറിൽ കളി തിരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്തെന്നാൽ ആ ഒറ്റ ഓവറിൽ തന്നെ ശിവം ഡുബെയെയും സർഫ്രാസ് ഖാനെയും ജഡേജ പുറത്താക്കി. ജെമിയോ ഓവർട്ടൺ ചെന്നൈ നിരയിൽ പോരാടിയ ഏക താരം ഓവർട്ടൺ ആയിരുന്നു. തകർച്ചയ്ക്കിടയിലും 36 പന്തിൽ 43 റൺസ് നേടി ടീമിനെ ഒരു മാന്യമായ സ്കോറിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സൂര്യവംശി ഈ 15 വയസ്സുകാരൻ ഇന്ന് അത്ഭുതമാണ് കാഴ്ചവെച്ചത്. വെറും 15 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച സൂര്യവംശി ആകെ 17 പന്തിൽ നിന്ന് 52 റൺസാണ് അടിച്ചുകൂട്ടിയത്. ജയ്സ്വാൾ അവസാന വരെ ക്രീസിൽ നിന്ന് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു. 36 പന്തിൽ നിന്ന് 38 റൺസുമായി അദ്ദേഹം പുറത്താകാതെ നിന്നു. സഞ്ജു സാംസൺ, ഋതുരാജ് ഗൈക്വാദ് എന്നിവർ ഓപ്പണിംഗിൽ പരാജയപ്പെട്ടതും MS ധോണിയുടെ അഭാവവും ചെന്നൈക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. IPL ആവേശങ്ങൾ ഒട്ടും ചോരാതെ വേഗത്തിൽ അറിയാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.